പേജ് നമ്പർ 16 നമുക്ക് കളർ കോഡ് എന്നുള്ള ചെറിയൊരു പോർഷൻ കൊടുത്ത് കാണാൻ പറ്റും. അത് എക്സ്ട്രാ റീഡിങ്ങിന് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ പോലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം അത് എക്സ്ട്രാ റീഡിങ്ങിന് കൊടുത്താണ്. ആ കളർ കോഡ് എന്നുള്ള പോർഷനിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരു റെസിസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്റർ എത്ര റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു പാക്കറ്റ് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം, ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കും അതിന്റെ റേറ്റ്, കമ്പനി, അതേപോലെ അതിന്റെ എക്സ്പയറി ഡേറ്റ്, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ വളരെ ചെറിയ ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് ആയ നമ്മുടെ റെസിസ്റ്ററിൽ അതിന്റെ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കളർ കോഡിങ്. ആ കളർ കോഡിങ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. കളർ കോഡിങ് ഞാൻ പറഞ്ഞു, റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ അത് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കളർ കോഡിങ്. കളർ കോഡിങ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ടേബിൾ ബൈ ഹാർട്ട് ചെയ്യണം. ആ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യുന്നത് ഞാൻ ബോർഡിൽ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് color, then next column number, then next one number of zeros, ഇങ്ങനെ 3 കോളം ആയിരിക്കും കളർ കോഡിങ് കാണാൻ വേണ്ടി നമ്മൾ പഠിക്കാൻ പോകുന്ന ടേബിൾ ഉണ്ടാവും. അതില് ഓരോ കളറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, ഒരു റെസിസ്റ്ററിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ളത് ഒരിക്കലും അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവില്ല. പകരം കുറച്ച് ബാൻഡുകൾ കൊടുത്തിട്ടുണ്ടാവും. മേ ബി 4 ബാൻഡുകളാണ് സാധാരണ കൊടുക്കാറുള്ളത്, ചിലപ്പോൾ 3 ആവാറുണ്ട്. 4 ബാൻഡുകൾ, 4 റിങ് പോലെ, അല്ലെങ്കിൽ 4 കളേഴ്സിലായിട്ട് 4 റിങ്ങുകൾ കൊടുത്തിരിക്കും. ആ റിങ്ങുകൾ വെച്ചിട്ട് നമ്മൾ അതിന്റെ വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്ന മെത്തേഡാണ് പറയുന്നത്. അതിനുവേണ്ടി എസെൻഷ്യലായി നമുക്ക് വേണ്ട ടേബിൾ ആണ് ഇപ്പൊ ഞാൻ ബോർഡ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് കളർ എന്നുള്ള കോളം കാണിച്ചു, നെക്സ്റ്റ് വൺ നമ്പർ, ആൻഡ് ലാസ്റ്റ് വൺ നമ്പർ ഓഫ് സീറോസ്. ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ്, ബ്ലാക്ക്. നെക്സ്റ്റ് വൺ ബ്രൗൺ, ബ്ലാക്ക്, ബ്രൗൺ. നെക്സ്റ്റ് വൺ red, orange, orange. Then yellow, green, blue, blue. Then violet, ഗ്രേ, വൈറ്റ്. ഇത്രയും കളേഴ്സ് ആയിരിക്കും നമ്മൾ റെസിസ്റ്ററിന്റെ മേളിൽ അതിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാല്യൂ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളർ കോഡിങ്ങിന് കൊടുത്തിട്ടുണ്ടാവുക. ദെൻ നമ്പേഴ്സും നമ്പർ ഓഫ് സീറോസ് എന്നുള്ളത് ഞാൻ ബോർഡിൽ എഴുതാൻ പോവാണ്. ബ്ലാക്കിന് 0 ആയിരിക്കും നമ്പർ, നമ്പർ ഓഫ് സീറോസും 0 ആയിരിക്കും. Brown 1, number of zeros 1. Red 2, number of zeros 2. Orange 3, yellow 4, green 5, blue 6, violet 7, gray 8, and last one white 9. ഇതിന്റെ കൂടെ നമ്മളൊരു 3 കാര്യം കൂടെ ഡിസ്കസ് ചെയ്യും. അതിൽ പെടുന്ന ഒന്നാണ് സിൽവർ, നെക്സ്റ്റ് വൺ ഗോൾഡ്, ആൻഡ് ലാസ്റ്റ് വൺ നോ കളർ. സിൽവർ 10%, gold 5%, and no color 20%.
സിൽവർ 10% ആയിരിക്കും, ഗോൾഡ് 5%, നോ കളർ 20%. ഈ ഒരു ടേബിൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കളർ കോഡിങ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ കളർ കോഡിങ് ചെയ്യാനുള്ള ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ ടേബിൾ ഇങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നു വേണ്ട. നമ്പർ 0 to 9 വരെ ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. 0 to 9 നമ്പർ ഓഫ് സീറോസും 0 to 9 ആയിരിക്കും, സെയിം ആണ്. സോ ഈ രണ്ട് കോളം നമുക്ക് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ ഒരു കളർ എന്നുള്ള ടേബിളിന്റെ ഈ ഒരു കോളം, അതിലുള്ള ഈ കളേഴ്സിന്റെ ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടേബിൾ ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. അതായത് ഫസ്റ്റ് ബ്ലാക്ക്, നെക്സ്റ്റ് വൺ ബ്രൗൺ, ദെൻ റെഡ്. ഈ ഒരു ഓർഡർ, കളറിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേബിൾ വീണ്ടും എഴുതാൻ പറ്റും. ആ കളറിന്റെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് പഠിച്ചു വെക്കുന്ന ഒരു വേർഡിങ് ഉണ്ട്. ആ വേർഡാണ് ഞാൻ പറയാൻ പോകുന്നത്. BB റോയ്. BB റോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പേരാണ് റോയ്. ആളുടെ ഇനീഷ്യലാണ് BB. ഞാൻ ബോർഡിൽ എഴുതാം. BB റോയ്. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. Great Britain has a very good wife. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടതുള്ളൂ. ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ കളറിന്റെ ഓർഡർ കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ഒരു ചെറിയൊരു സെന്റൻസ് ആണ്. BB റോയ്. BB റോയ് ഒരാളുടെ പേരാണ്. ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, ബ്രിട്ടനിലുള്ള ഒരാളാണ്. ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. BB റോയ്ക്ക് വളരെ നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും എങ്ങനെയാണ് ഇതിന്റെ ഓർഡറിലേക്ക് എത്തുക അല്ലെങ്കിൽ കളേഴ്സ് കിട്ടുക എന്നുള്ള കാര്യം പറയുന്നത്. ഇവിടെ നോക്കാം. ഫസ്റ്റ് B, നെക്സ്റ്റ് B. BB ഡാർക്ക് ആയിട്ടുള്ളതാണ് ആദ്യം വരിക. സോ ബ്ലാക്ക്, ബ്രൗൺ, നെക്സ്റ്റ് വൺ R for red, O orange, Y yellow. ഓക്കെ, യെല്ലോ വരെ അവിടെ കാണാൻ പറ്റും. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ. ഇതാണ് റോയ് വരെയുള്ള. ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഗ്രേറ്റ് എന്ന് പറയുന്നതിൽ നമുക്കൊരു G കാണാൻ പറ്റും. G ഫോർ ഗ്രീൻ ആയിരിക്കും. ഗ്രീൻ, ഗ്രേറ്റ് ബ്രിട്ടൻ. ബ്ലാക്കും ബ്രൗണും കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ബ്ലൂ ആണ്. സോ ബ്ലൂ has a very good wife. Very V violet. V എന്നുള്ളത് വയലറ്റ് ആയിരിക്കും. വെരി ഗുഡ് വൈഫ്. ഗുഡിന്റെ G ക്യാപിറ്റൽ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. G ഫോർ ഗ്രേ. വൈഫ് വൈറ്റ്. W വൈറ്റ്. ഈ ഒരു സെന്റൻസ് നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഓർഡർ കിട്ടും. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. ഈ ഒരു ടേബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ടെക്സ്റ്റിൽ നമുക്കറിയാം കളർ കോഡിംഗ് എന്നുള്ള പോർഷനിൽ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിന്റെ കളറിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. കളർ കോഡ് എന്നുള്ള പാട്ടിൽ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു റെസിസ്റ്ററിന്റെ ഫിഗർ. ആ ഫിഗറിൽ 4 ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ 4 ബാൻഡിന്റെ കളറിനാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ റെസിസ്റ്റർ എന്നുണ്ടെങ്കിൽ 4 ലൈൻ കാണാൻ പറ്റും. അതിലെ ഫസ്റ്റ് ലൈൻ റെഡ് ആണ്. നെക്സ്റ്റ് വൺ വയലറ്റ്. വയലറ്റ്. ദെൻ തേർഡ് വൺ ഓറഞ്ച്. And last one silver. ഈ ഒരു ഫിഗർ ആണ് ടെക്സ്റ്റ് തന്നിരുന്നത്. ടെക്സ്റ്റ് തന്നിരുന്ന ഈ ഒരു ഫിഗർ വെച്ചിട്ട് ആ റെസിസ്റ്ററിന്റെ
വാല്യൂ, റെസിസ്റ്റൻസ് വാല്യൂ ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് ലൈൻ റെഡ് ആണ്. റെഡിന്റെ വാല്യൂ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. റെഡിന്റെ നമ്പർ 2 ആണ്. റെഡിന്റെ നമ്പർ 2. സോ 2. നെക്സ്റ്റ് വൺ വയലറ്റ്. വയലറ്റ് എന്നുള്ളത് 7. വയലറ്റിന്റെ നമ്പർ 7 ആയിരിക്കും. നമ്മൾ ചെയ്യാ ഫസ്റ്റത്തെ 2 കളറിന്റെയും നമ്പർ തമ്മിൽ ചേർത്ത് എഴുതും. 2 ഉം 7 ഉം തമ്മിൽ ചേർത്ത് എഴുതിയാൽ 27. നെക്സ്റ്റ് വൺ, തേർഡ് വൺ. ഇവിടെ ഓറഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് എന്നുള്ളത് ഇതാണ് നമ്മൾ നോക്കുക. ഓറഞ്ചില് നമ്പർ ഓഫ് സീറോസ് ആണ് നോക്കേണ്ടത്. തേർഡ് വൺ, തേർഡ് ഏതാണോ ലൈൻ, ഏതാണോ ബാൻഡ്, അത് നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ഡിനോട്ട് ചെയ്യുക. ഇവിടെ ഓറഞ്ച് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് സീറോസ് 3 ആണ്. സോ 3 സീറോസ് വേണം. 27,000 ആയിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സിൽവർ എന്നുള്ള ഒരു ബാൻഡ് ആണ്. സിൽവർ ബാൻഡിന്റെ വാല്യൂ 10% എന്ന് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് 10%. ഇവിടെ പ്ലസ് ഓർ മൈനസ് 10% എന്ന് കാണിച്ചിരിക്കുന്നത് അതിന്റെ ടോളറൻസ് ആണ്. പ്ലസ് ഓർ മൈനസ് 10% എന്നുള്ളത് ടോളറൻസ് ആയിരിക്കും. ഇവിടെ സിൽവർ ആയതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് 10 കൊടുത്തിരിക്കുന്നത്. സിൽവറിന് പകരം ഗോൾഡ് ആയിരുന്നെങ്കിൽ നമ്മൾ പ്ലസ് ഓർ മൈനസ് 5% എന്ന് കൊടുക്കും. ഇനി ഫോർത്ത് ലൈൻ ഇല്ലെങ്കിൽ 1 2 3 4 ജസ്റ്റ് 3 വരെ ഉള്ളൂ, 3 ലൈൻസേ ഉള്ളൂ എങ്കിൽ ഫോർത്ത് ലൈൻ ഇല്ല, ഫോർത്ത് കളർ ഇല്ല. അതാണ് നോ കളർ എന്നുള്ളത്. നോ കളർ 20% ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ റെസിസ്റ്ററിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 27,000 പ്ലസ് ഓർ മൈനസ് 10% ഓം ആയിരിക്കും.